ഒന്നുമില്ല, വെറുതെ എന്തായാലും അയൽക്കൂട്ടമൊക്കെ. എന്തൊരു ചൂടാ വീട്ടോ, എന്നെ വഴിക്ക് രക്ഷയില്ല. അതെ, എന്റെ വെള്ള ഷർട്ട് എടുത്തു കേട്ടാ. എവിടെ പോണ്? എവിടെ പോണം? ഇന്ന് ഞായറാഴ്ചയല്ലേ? ഒരു പൊതുപ്രവർത്തകൻ എന്തോന്ന് ഞായറാഴ്ച ശനിയാഴ്ച? നമുക്ക് എല്ലാ ദിവസവും പ്രവൃത്തി ദിവസമാണ്. അത് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച്, ക്ലീറ്റോനെ സംബന്ധിച്ച് ഇതെല്ലാം ഉണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്, വീട്ടിലിരുന്നാ മതി. ഇന്ന് വലിയൊരു ചടങ്ങ് നടക്കുന്ന ദിവസാ. എന്ത് ചടങ്ങ്? സുരേഷ് ഗോപി എന്നെ ആദരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത്? സിനിമാ നടൻ സുരേഷ് ഗോപി ഇല്ലേ, പുള്ളി എന്നെ ഇന്ന് ആദരിക്കുന്നുണ്ട്. പൊന്നാടയെ കാണിച്ചു. ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞ ആരാദരിക്കണ്ടെന്ന്? പഞ്ചായത്തിലെ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകരെയൊക്കെ ആദരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. കൂടെയാലും എനിക്ക് സുരേഷ് ഗോപി ഇത് ചെയ്യണേ. പോണില്ലല്ലോ. ഞാൻ പോണില്ല. ആര് പറഞ്ഞു? ഞാൻ അറിഞ്ഞ്, എന്നോട് അമ്പിളിക്കുട്ടച്ചേട്ടൻ പറഞ്ഞു. ഞങ്ങളിപ്പോ വഴിയിൽ വെച്ച് കണ്ടായിരുന്നു. ഓഹോ, അപ്പൊ കണ്ട് വിവരങ്ങളൊക്കെ അറിഞ്ഞു അല്ലേ? എന്നാലേ ഞാൻ അവനോട് അങ്ങനെ പറഞ്ഞത് തന്നെയാണ് മനഃപൂർവ്വം. എന്തിന്? അതിൽ കാര്യമുണ്ട്. എടി, അവൻ ഉദ്ദേശം എന്താ പറയുക? അവൻ ഇവിടെ വന്ന് എന്നെ ഇന്ന് ക്ഷണിച്ച് അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് അവൻ എന്നെ കരിവാരി തേക്കാനായിരുന്നു അവന്റെ പരിപാടി. ഞാനേ അവനെക്കാളും കുറെ കൂടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളാ, കറതീർന്ന രാഷ്ട്രീയക്കാരൻ. എനിക്കറിയാമല്ലേ അതിന്റെ രീതി. ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ വരുന്നില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ഫംഗ്ഷനിൽ എല്ലാം തുടങ്ങി കഴിയുമ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഞാൻ അവിടെ കയറി ചെല്ലും. അപ്പോൾ ഈ അമ്പിളിക്കുട്ടൻ്റെ മുട്ടുണ്ടല്ലോ, അപ്പോൾ തന്നെ ഇടി തുടങ്ങും എന്നെ കാണുമ്പോൾ. ക്ലീറ്റോയുടെ പ്രസംഗത്തിലൂടെ ഇന്ന് അവനോട് എനിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും ഞാൻ അവന് പറഞ്ഞ് അവൻ്റെ നാക്കെടുക്കാനൊക്കെ എൻ്റെ മുമ്പിൽ അവൻ മുട്ടുകുനിക്കും. നീ നോക്കിയോ? അവൻ ഇന്നത്തോടെ ജനങ്ങൾ അറിയും അവൻ്റെ രീതി, അവൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. എന്നിട്ട് ഇവിടുന്ന് നാട് വിടും. അമ്പിളിക്കുട്ടൻ പിന്നെ ക്ലീറ്റോ തന്നെ രാജാവ്. സംശയമുണ്ടോ? പിന്നെ ഷർട്ട് എടുത്ത് വയ്ക്ക്. ആദ്യം ഞാൻ ഉടുപ്പൊക്കെ മാറിയിട്ട് എനിക്ക് ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കണം. എടുത്തില്ലേ? എടുക്കട്ടെ. ഞാൻ തേച്ചോളാം. ഇങ്ങനെ എടുക്ക്. പ്രത്യേകത ഇന്ന് ഇച്ചിരി പ്രത്യേകതയൊക്കെ ഉണ്ട്. എടുക്ക്. ഞാനല്ലേ തേച്ച് തരാറ്? മാറി തങ്ക, ഇന്ന് ഞാൻ തേച്ചോളാം. എന്താ കാര്യം? പിന്നെ അതങ്ങ് എടുത്തോണ്ട് പോകാൻ പാടില്ലേ? പൊന്നാടയെ കാണിക്കുമ്പോ നമ്മളെ അവര് ഗമയ്ക്കൊരു കുറവൊന്നും പറയാൻ പാടില്ല. ഇതിവിടെ അല്ലേ വെക്കണത്? ഇത്ര നാളായിട്ട് അറിഞ്ഞൂടെ? കളിയല്ല കിളിവാലൻ വെട്ടിയിലല്ലോ. ഇച്ചിരി വെള്ളം ഒരു ചെറിയ പാത്രത്തിൽ എടുക്കണം. അതുപോലെ ഗ്ലാസ് പാത്രത്തിൽ എടുക്ക്. അമ്മ ഒരു വെള്ളം എത്ര എടുത്തേ? എടി, ഒരു വെള്ളം ഇനി അറിഞ്ഞൂടാ. എന്താണിത്? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, തുണി കഴി അവിടെ ഇവിടെ കൊണ്ടിടരുതെന്ന്. ഇതെന്താ കളറ്? കളറല്ല ക്ലീറ്റോ, കാക്ക ഇരുന്നത്. എന്തിനാ അതിന് ചൂടാവണ ക്ലീറ്റോ? എടി, ചെയ്യണ കാര്യങ്ങൾ കുറച്ച് ഉത്തരവാദിത്തമായിട്ട് ചെയ്യണം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിന്റെ അടുത്ത്. അതിന് കാക്കയല്ലേ വന്നിരുന്നത്, ഞാനല്ലല്ലോ. നീ എവിടെയെങ്കിലും കൊണ്ടങ്ങ് ഇടും കഴുകി. തുണി കഴിയാ കൃത്യമായിട്ട് ഒരു ഹാങ്കറിലിട്ട് ഇടണമെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ കൊണ്ട് കണക്കണ എവിടെയെങ്കിലും കളഞ്ഞോളൂ. അങ്ങനെ ചിരിക്കല്ലേ, നീ ചിരിക്കല്ലേ കേട്ടാ. പക്ഷെ ഭ്രാന്തെടുത്തേക്കാണ്. ഞാൻ എങ്ങനെ ഇട്ടോണ്ട് കൂടി ഫംഗ്ഷന്? ക്ലീറ്റോ ഒന്ന് നോക്കിയേ. ഇപ്പൊ ഇതറിയണ്ടോ? വല്ല തമാശ കളിക്കരുത്, നീ തമാശ കളിക്കരുത്. ഇന്നത്തെ ഫംഗ്ഷന്റെ ഇതറിയാമോ നിനക്ക്? ആരൊക്കെ പറഞ്ഞ പരിപാടിയാണ് ഇത്? കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും കാണൂല. എടി, നിനക്കറിയാമോ, ഒരു പൊതുപ്രവർത്തകൻ ആൾക്കാരുടെ ഇടയിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അവർ അടിമുടി ആദ്യം നോക്കും. അവന്റെ ആ കെട്ടും മട്ടും അതിലാണ് ഇരിക്കുന്നത് കാര്യങ്ങൾ. ആനയോ? ഞാനിത് കഴുകി തരണം. 5 മണിക്കല്ലേ നിങ്ങളുടെ പരിപാടി? അതുകൊണ്ട് 5 മണിക്കായോണ്ട് എങ്ങനെയെങ്കിലും തോന്നുമ്പോ എടുത്ത് ആടി അങ്ങ് ഒരുങ്ങി പോയാൽ നിനക്കത് പറ്റുമായിരിക്കും. നീ മറ്റേ അയൽക്കൂട്ടത്തിൽ പോകുമ്പോ ഭാര്യ പോണ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അതുപോലെ പോവാക്കൂല. എനിക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു മുന്നൊരുക്കം വേണം. എല്ലാം തയ്യാറാക്കി തേച്ച് എനിക്ക് നേരത്തെ തന്നെ റെസ്റ്റ് എടുത്ത് ഇരുന്നിട്ട് വേണം പോവാൻ. അവിടെ പോയി 2 വാക്ക് പ്രസംഗിക്കാനുള്ള ആളാ ഞാൻ. ആദ്യം ശ്വാസം വിട്. ഇവിടെ എനിക്ക് ഭ്രാന്ത് കയറി നിൽക്കാണ് കേട്ടാ. ഇതിപ്പോ പറയണ കേട്ടാത്തോന്ന് ഞാൻ എന്ത് ചെടിയിലിട്ട് കുത്തി കലക്കിയ പോലില്ല. തമാശ കളിക്കുന്നു. മറ്റേ എടുത്തോളൂ. അത് കഴുകാനിട്ടേക്കല്ലേ? അത് കഴുകിയില്ലേ ഇതുവരെ? ഞാൻ മാറ്റിയിട്ട സാധനം നിനക്ക് ഇതുവരെ കഴുകാൻ സമയം കിട്ടില്ലല്ലേടി? വേറെ ഷർട്ട് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഉള്ളത് കണ്ടില്ല, ഇങ്ങനെയല്ലേ ആക്കി വെച്ചേക്കണേ? ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ അറിയൂല തങ്കം. എന്നെ
ഒരു ഇത് ഞാൻ അങ്ങ് കഴുകി നീ കഴുകണ്ട. ദേ, ദേ, ദേ. ഒരു കാര്യം ചെയ്യുമ്പോഴേ കുറച്ച് കൃത്യത വേണം, അതിന്റെ ഉത്തരവാദിത്തം വേണം. എങ്ങനെ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടി അങ്ങ് നടക്കല്ലേ? നിക്കണ കോലം കണ്ടില്ലേ? കുളിയില്ല, നനയില്ല. നിനക്കതുപോലെയൊക്കെ നടക്കാം, എനിക്കതുപോലെ നടക്കാൻ പറ്റൂല. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ക്ലീറ്റോ ഞാൻ കഴുകി തരാം നീ ക്ലീറ്റോ. കഴുകണ്ട, കഴുകിയെടുത്തോളം മതി. ഇനി ഞാൻ എൻ്റെ തുണിയൊക്കെ കഴുകിക്കോളാം. മേലാൽ എൻ്റെ തുണി എടുക്കരുത് കഴുകാനായിട്ട്. ഓഹോ. എങ്ങനെ കഴുകണം ഞാൻ കാണിച്ചു തരാം. ഇത് കഴുകിയിട്ട് ഉള്ള ആൾക്കാരെ കൊണ്ട് പറയിക്കാനായിട്ട് പറയണം. ആ പാത്രം അവിടെ എവിടുത്തെ? ഓ എന്റെ പൊന്നോ, അവിടെ സോപ്പ് പൊടി മാം ബക്കറ്റ് അവിടെ ഇരിപ്പുണ്ടല്ലോ. ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ കണ്ടു. പിന്നെ എന്തിനാ ചോദിച്ചേ? ചോദിച്ചാൽ കാണാത്തുള്ളൂ. വാതളകിരിക്കുക എന്തേലും ചെയ്യുന്നത്. Alien versus Alien.